ശ്രീ പണ്ഡ്യാല ഷാജി, VS അച്യുതാനന്ദനെ വേണ്ട രീതിയിൽ രാഷ്ട്രീയ കേരളം പഠിച്ചിട്ടുണ്ടോ? ഇനി പഠിക്കും. എൻ്റെ ആദ്യത്തെ ഉത്തരം ഇനി പഠിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എന്താ പറയുക, അന്ത്യയാത്രക്ക് കൂടി നിൽക്കുന്ന പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ എന്ന് പറയുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരികളുടെ മുന്നിൽ അത് പെടുന്നു എന്നതിൻ്റെ അർത്ഥം കേരളം എന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനം എത്ര ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്നതിൻ്റെ തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈ VS കിട്ടുന്ന ഈ ഇത്രയും വീരോജ്വലമായ ഈ യാത്രയപ്പ് എന്നുള്ളതാണ്. ഇവിടെയാണ് VS എന്തായിത്തീർന്നത്. VS അമരത്വമാർന്ന ഒരു ലീഡറായി, അമരത്വമാർജിച്ച ലീഡറായി മാറുന്നത്. ഇത്തരം ഒരു അമരത്വം കൈവരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് പലപ്പോഴും VS എന്തായിരുന്നു എന്നതിനെ മറച്ചു പിടിക്കാൻ നടത്തിയിരിക്കുന്ന ഓരോ നീക്കങ്ങളും. ആ നീക്കങ്ങളെ മുഴുവൻ തന്നെ തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി വരേണ്ട ഒരു കാര്യം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ രണ്ടാം നിരയിൽ ഉണ്ടായിരുന്ന ആളാണ്, രൂപീകരണത്തിൻ്റെ അകത്തെ രണ്ടാം നിരയിൽ ഉണ്ടായിരുന്ന ആളാണ് പിന്നെ VS. പക്ഷേ P. കൃഷ്ണപിള്ള, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള AKG ഉൾപ്പെടെയുള്ളവരുടെ ഈ ജീവാംശങ്ങളെ മുഴുവൻ സ്വാംശീകരിക്കുന്നതിലൂടെ ഒന്നാം നിരയിലേക്ക് കുതിച്ചുയർന്നു വന്നിരിക്കുന്ന, രണ്ടാം നിരക്കാരിൽ നിന്ന് ഒന്നാം നിരയിലേക്ക് കുതിച്ചു വന്നിരിക്കുന്ന ആളായി VS അവരോധിക്കപ്പെടുകയായിരുന്നു. ഇത്തരം അവരോധിക്കപ്പെടുന്നതിന്റെ പുറകിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം, VS വളർന്നതും പിന്നെ വികസിച്ചതും ചെറ്റക്കുടിൽ നിന്നാണ്. ഈ ചെറ്റക്കുടിൽ നിന്ന് വന്ന ഒരു സംഭവത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ വികാരങ്ങൾ എന്താണെന്ന് ഇതുപോലെ ആവാഹിച്ചെടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് പിന്നെ ഇനി കാണിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഇതിന്റെ പ്രാഥമികമായ ഒരു ഘട്ടത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നതിന് ഞാൻ പറയുന്നത്, CPM എന്നൊരു പാർട്ടിയുടെ അതിന്റെ ചരിത്രം ഇന്നലത്തെ VSന്റെ പിന്നെ എന്താ പറയുക വലിയ ചുടുകാടിൽ പുക ഉയരുന്നതോടെ അതിന്റെ ചരിത്രം അവസാനിക്കുകയാണ്. ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് വെറുതെ ആലങ്കാരികമായി പറയുന്ന ഒന്നല്ല. കാരണം VS ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യബോധങ്ങൾ, VS ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന സാഹസികമായിരിക്കുന്ന പ്രക്ഷുബ്ധമായിരിക്കുന്ന സമരങ്ങൾ, ആ സമരങ്ങൾക്കകത്ത് പ്രായം പോലും എനിക്ക് എൻ്റെ മുമ്പിൽ തടസ്സമാവുന്നത് തെളിയിച്ചിരിക്കുന്ന 82ാമത്തെ വയസ്സിൽ മല കയറാൻ പോയിരിക്കുന്ന ഒരു പോരാളി. ഇത്തരം ഒരു പോരാട്ട വീര്യമുള്ള ഒരാളെ നമുക്കിനി കേരള രാഷ്ട്രീയത്തിനകത്ത് ആലോചിക്കാൻ പോലും സാധ്യമല്ല. ഈ ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരാൾ വളർന്നു വരുമ്പോഴാണ് സത്യത്തിൽ ഈ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഒരു മൂല്യത്തെ മുഴുവൻ തന്നെ സമ്പൂർണ്ണമായി അട്ടിമറിക്കുകയും ആ അട്ടിമറിച്ചതിന്റെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് അസംബന്ധങ്ങൾ ഈ കേരളത്തിൽ വന്നതിന്റെ ഒരു വലിയ ദുരന്തവും കൂടിയായിരുന്നു ഇന്നലെ ഇദ്ദേഹത്തിന്റെ പിന്നെ അന്ത്യയാത്രയ്ക്കുള്ള ഒരു സംഭവം പിന്നെ നടക്കുമ്പോൾ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ലീഡേഴ്സിന്റെ പക്ഷം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. സത്യത്തിൽ എന്താണ് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള, ഇതംപര്യന്തം കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും നീചവും അശ്ലീലമായ ചില പോർഷൻസ് ആണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ അശ്ലീലം ഞാൻ പറയാനുള്ള കാരണം, VSനെ പിറകിൽ നിന്ന് കുത്തുന്നതിനാവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ ആളുകളെ കൂട്ടിക്കൊടുത്തവർ, ഈ ആളുകളെ കൂട്ടിക്കൊടുത്തിരിക്കുന്ന ആളുകളെല്ലാമാണ് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ VS ഉജ്ജ്വലനായ പോരാളിയാണ് എന്ന് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ അല്ലെങ്കിൽ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നത്. ഈ അവതരിപ്പിക്കുന്നതിനോടുള്ള പൊതുജനത്തിന്റെ വൈകാരികമായിരിക്കുന്ന പ്രതിഷേധമാണ് വാസ്തവത്തിൽ ഈ തിങ്ങിക്കൂടിയിരിക്കുന്ന പുരുഷാരം എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായിരിക്കുന്ന ഒരു ചിത്രം അവിടെയാണ്. അവിടെ VSനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? VSനെ മനസ്സിലാക്കാതിരിക്കുന്നത് ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയം വരാനിരിക്കുന്നത് ഈ 2026 തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണ്. കേരളത്തിനകത്ത് നാം പ്രതീക്ഷിക്കുന്ന ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കൂടി VSന്റെ മരണത്തിന് ശേഷം കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന വളരെ അപകടകരമായിരിക്കുന്ന ഒരു അവസ്ഥ ഈ കേരളത്തിൽ രൂപം കൊള്ളുകയാണ്. കാരണം ഇത് ചെറുക്കാനും പറയാനും ചോദ്യം ചെയ്യാനും ഒരാളുമില്ലാത്ത വിധത്തിൽ അതിന്റെ ഒരു എന്താ പറയുക പിന്നെ ഏകഛത്രാധിപത്യത്തിന്റെ പരകോണിയിലെത്തിയിട്ട് പോകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്ര എന്ന് പറയുന്നത് അത് പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയെ, പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന വ്യക്തതയെ, പിന്നെ തീഷ്ണതയെ, തീവ്രതയെ അതിനെ മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്ത്
എന്തായാൽ പോലും അധികാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. ഈ അധികാരത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായി വരുമ്പോഴാണ് ഈ അധികാരത്തെക്കാൾ വലുത് ജനകീയമായ അധികാരമാണ് എന്ന് സ്ഥാപിക്കുന്നതിൽ ഇനി മറ്റൊരാൾ ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്നത് കൊണ്ടും കൂടിയാണ് VS-ന്റെ വിടവാങ്ങലോടെ CPI-ന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരിക്കലും തന്നെ ഈ 964-ൽ 32 പാർട്ടീസ് 32 സെൻട്രൽ കമ്മിറ്റിമാർ ഇറങ്ങി വന്നതിനകത്ത് അവസാനത്തെ ആളായിരിക്കുന്ന സഖാ VS-ന്റെ മരണത്തോടുകൂടി അതിന്റെ ഹിസ്റ്ററി എന്താകുക എന്ന ഹിസ്റ്ററി അവിടെ അവസാനിക്കുന്നു. ഇനി ഒരിക്കൽ പോലും അത്തരം ഒരു പ്രത്യയശാസ്ത്രപരമായ കർക്കശക്കതായി അതിനുള്ള ഒരു തീക്ഷ്ണമായ നിലപാടുകൾക്കായി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരൊറ്റയാൾ പോലും ഇനി ആ പാർട്ടിയിൽ നിന്നും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവും കൂടിയാണ് ഈ കൂടി വന്നിരിക്കുന്ന മഹാപുരുഷാരം എന്നാണ് അതിന്റെ പ്രാഥമികമായ ഒരു ഭാഗത്തായി എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്.